ടർബോ അങ്ങനെ നമ്മുടെ മമ്മൂക്ക ചിത്രം ടർബോ റിലീസായിരിക്കുകയാണ്. ഈ സിനിമയുടെ ഒരു റിവ്യൂ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഞാൻ ആ പടം കണ്ടിട്ടില്ല, കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും, എന്തുകൊണ്ട് ഞാൻ ഈ പടം കാണണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ഈ പടം കാണും, അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാരണം അത് മറ്റൊന്നുമല്ല, നമ്മുടെ മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്ക എന്ന് പറയുമ്പോൾ മമ്മൂക്ക എന്ന നടനും മമ്മൂക്ക എന്ന പ്രൊഡ്യൂസറും രണ്ടും പറയണം. ആദ്യം നമുക്ക് മമ്മൂക്ക എന്ന നടനെ പറ്റി പറയാം. അദ്ദേഹം ഈ റീസെൻ്റ്ലി അദ്ദേഹം ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റുകൾ അത് നമ്മളെ എന്താ പറയുക, നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ ഒരു മനുഷ്യൻ ഈ ഒരു പ്രായത്തിൽ എങ്ങനെയാണ്, അങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മമ്മൂക്ക റീസെൻ്റ്ലി മീൻസ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ഒരു കൊമേഴ്ഷ്യൽ പടമാണ്. അതാണ് എന്നെ ഈ പടത്തിലേക്ക് ഫസ്റ്റ് അട്രാക്റ്റ് ചെയ്തത്. നമുക്ക് റീസെൻ്റ് ചെയ്ത പടങ്ങളൊന്നും അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ പടങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ എക്സ്പെരിമെൻ്റൽ, മോസ്റ്റ്ലി എനിക്ക് 90% റീസെൻ്റ് ചെയ്ത പടങ്ങളെല്ലാം എക്സ്പെരിമെൻ്റൽ പടങ്ങളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം കുറച്ച് എനിക്കൊന്ന് ഭീഷ്മയാണ് ലാസ്റ്റ് അദ്ദേഹം ചെയ്ത ഒരു കൊമേഴ്ഷ്യൽ പടം. അതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന ഒരു മാസ് മസാലയാണ് ടർബോ. അപ്പോൾ മമ്മൂക്കയെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു അടിയോടടി പടത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളത്തെ ആഗ്രഹിച്ചിരുന്നതാണ്. അതാണ് ഇപ്പോൾ ടർബോയിലൂടെ വരുന്നത്. മമ്മൂക്ക എന്ന പ്രൊഡ്യൂസർ, മമ്മൂക്ക എന്ന നടനെ പറ്റി എല്ലാവരും പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് മമ്മൂക്ക എന്ന പ്രൊഡ്യൂസർ. അദ്ദേഹം ചെയ്ത മമ്മൂട്ടി കമ്പനി എന്ന പേരിൽ അദ്ദേഹം ചെയ്ത റിച്ചിലെ റോഷാക്ക് ആയിക്കോട്ടെ, കാതലായിക്കോട്ടെ, നൻപകൽ നേരത്ത് മയക്കം, ഈ പടങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ എങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്നു, അതുപോലെ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങൾക്കും ആ ഒരു വ്യത്യസ്തത അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് ടൈം മീൻസ് മമ്മൂട്ടി കമ്പനിയുടെ അണ്ടറിൽ ഫസ്റ്റ് ടൈം ഒരു കൊമേഴ്ഷ്യൽ പടമായിട്ട് വരികയാണ്. അത് ആണ് രണ്ടാമത്തെ എന്നെ ഈ പടത്തിലേക്ക് ആകർഷിച്ച ഘടകം. മമ്മൂട്ടി കമ്പനിക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് എന്ന് നമ്മളെപ്പോഴും പറയും. അത് കൊമേഴ്ഷ്യൽ പടങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഒരു ക്യൂരിയോസിറ്റിയാണ് എന്നെ അടുത്തതായി ഇതിലേക്ക് ആകർഷിച്ചത്. പിന്നെ മമ്മൂക്ക എന്ന നടനെ നമ്മളെപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ മമ്മൂക്ക എന്ന നടനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണാൻ ആഗ്രഹമാണ്. അതായിരിക്കും അദ്ദേഹത്തിൻ്റെ പടങ്ങളോട് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം. എന്ന് വെച്ചാൽ ഇപ്പോൾ ലാലേട്ടൻ, വിജയ്, അവരൊക്കെ ഭയങ്കരമായിട്ട് ഫാൻ പവർ ഉണ്ടെന്ന് പറയുന്ന നടന്മാരാണ്. ബട്ട് അവരുടെ എല്ലാ പടങ്ങളും കൊമേഴ്ഷ്യലി സക്സസ് ആകാറില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ്, അവരെ ചില ക്യാരക്ടേഴ്സായിട്ട് മാത്രമേ പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹമുള്ളൂ. അതല്ലാതെ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് പല നല്ല പടങ്ങൾ പോലും ബോക്സ് ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു വേണ്ടത്ര സ്വീകാര്യത കിട്ടാതെ പോകുന്നത്. പക്ഷേ മമ്മൂക്കയ്ക്കുള്ളൊരു ഭാഗ്യം, എനിക്കതിനെ ഭാഗ്യം എന്ന് തന്നെ പറയണം. മമ്മൂക്കയെ നമുക്ക് എങ്ങനെ വേണേലും കാണാൻ ഇഷ്ടമാണ്. മമ്മൂക്ക ഏത് ക്യാരക്ടറിൽ വന്നാലും അത് മമ്മൂക്ക ചെയ്യും, മമ്മൂക്കയല്ലേ, അങ്ങനൊരു സ്വീകാര്യതയുണ്ട് അദ്ദേഹത്തിന്. അതായിരിക്കാം മമ്മൂക്കയുടെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കാണുന്ന ഈ സക്സസിൻ്റെ കാരണം. അത് മമ്മൂക്കയായിട്ട് കൊണ്ടുവന്നതാണ്, അതെടുത്ത് പറയേണ്ട കാര്യമാണ്. മമ്മൂക്ക ഞാൻ ഇങ്ങനത്തെ പടങ്ങളും ചെയ്യും, അങ്ങനെ ഒരു കാറ്റഗറി പോലും ഇല്ലാതെ ഞാൻ എന്തും ചെയ്യും അന്ന് അദ്ദേഹമായിട്ട് കൊണ്ടുവന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്കയുടെ ഒരു കൊമേഴ്ഷ്യൽ പടം വരുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്ത് തന്നെ കാണും. ഇനി അടുത്തത് രണ്ടാമത്തെ കാര്യം, അത് ഈ പടത്തിൻ്റെ ഡയറക്ടറാണ്. വൈശാഖ് എന്ന ഡയറക്ടർ എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ലാർജർ ദാൻ ലൈഫ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ. ഞാൻ പേഴ്സണലി തെലുങ്ക് സിനിമകളുടെ ഭയങ്കര ആരാധകനാണ്. അപ്പോൾ അങ്ങനെയുള്ള പടങ്ങളാണ് തെലുങ്ക് പടങ്ങൾ മലയാളത്തിലെടുക്കുന്നു. മീൻസ് അതിനെ ഒരു റോങ് ആയിട്ടല്ല, അതുപോലും വളരെ വലിയ ക്യാൻവാസിലാണ് അദ്ദേഹം ഒരു സിനിമ ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് പടം തന്നെ ഒരാൾ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ ഒരു മൾട്ടി സ്റ്റാർ അത് വളരെ വലിയൊരു ക്യാൻവാസിൽ ചെയ്യാന്ന് പറയുന്നത് അതത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അത് അദ്ദേഹം ഫസ്റ്റ് പടത്തിൽ തന്നെ ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് വന്ന എല്ലാ പടങ്ങൾക്കും അതുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ മോൺസ്റ്ററാണ് ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് കുറ്റം പറയുന്നത്. അതൊരു മോശം പടം, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അത് വലിയ സക്സസ് അല്ലാതെ പോയത്. പക്ഷേ മേക്കിംഗ് വൈസ് ആ പടത്തിന് വളരെ അങ്ങനൊരു പടത്തിന് പോലും അദ്ദേഹം മിനിമം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മേക്കിങ്ങിന്. അപ്പോൾ അദ്ദേഹം മമ്മൂട്ടിയായിട്ട് വരുന്ന ആക്ച്വലി ഇത് മൂന്നാമത്തെ പടമാണ്. എന്താണ് മൂന്നാമത്തെ പടത്തിൽ മറ്റു രണ്ട് പടങ്ങളിലും ഇല്ലാത്ത എന്ത് വ്യത്യസ്തമായ മമ്മൂക്കയാണ് അദ്ദേഹം അവതരിപ്പിക്കാൻ പോകുന്നത്? അതാണ് എന്നെ അടുത്തതായി പടത്തിലേക്ക് ആകർഷിച്ചത്. പിന്നീട് കഥ എഴുതിയിരിക്കുന്നത് എല്ലാ പടത്തിൻ്റെയും സ്ട്രോങ് പോയിൻ്റ് എന്ന് പറയുന്നത് കഥയായിരിക്കണം. മീൻസ് ഈ ഒരു ടർബോ എന്ന് പറയുന്ന പടത്തിൻ്റെ കഥ ഇന്നും ഇന്ത്യൻ സിനിമയെ കണ്ടിട്ടില്ലാത്തൊരു പടമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനൊരു കഥ അങ്ങനെയൊന്നും അവർ അവകാശപ്പെട്ടിട്ടില്ല. പക്ഷെ അത് എഴുതിയിരിക്കുന്ന ആളെയാണ് നമ്മളെ കൂടുതൽ ഈ പടത്തിലേക്ക് ആകർഷിക്കുന്നത്. അത് മിഥുൻ മാനുവൽ തോമസ് ആണ്.
അദ്ദേഹം തൊട്ടു മുമ്പ് ഒസ്ലർ വന്നിരുന്നു. അത് അദ്ദേഹം മമ്മൂക്കയെ തന്നെ വെച്ച് നമുക്കൊരു ചെറിയ റോളിൽ നിന്നാണ്, അതായത് ആ സിനിമയെ സംബന്ധിച്ച് ഒരു ചെറിയ റോൾ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് റോളാണ്, ബട്ട് സ്ക്രീൻ സ്പേസ് ഒക്കെ കുറഞ്ഞ് മമ്മൂക്കയെ യൂസ് ചെയ്തൊരു പടമാണ്. ആ മമ്മൂക്കയെ വെച്ച് അദ്ദേഹം ഒരു കൊമേഴ്ഷ്യൽ പടത്തിൻ്റെ കഥ എഴുതുമ്പോൾ അതെങ്ങനെയായിരിക്കും? അതായത് ഞാൻ ഇപ്പോഴും പറയുന്നത് കണ്ടിട്ടില്ലാത്തൊരു കഥയായിരിക്കത്തില്ല, ഒരു നോർമൽ ആവറേജ് കഥ തന്നെ ആയിരിക്കും. അതും അതിൻ്റെ പല കഥയുടെ ത്രെഡും മമ്മൂക്ക തന്നെ പല ഇൻ്റർവ്യൂസിലും പ്രസ് മീറ്റിലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ ഒരു നാട്ടിലൊക്കെ അത്യാവശ്യം തല്ലായിട്ടൊക്കെ നടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് അതൊക്കെ സോൾവ് ചെയ്യുന്ന ഒരാൾക്ക് അദ്ദേഹത്തിലും വലുതായിട്ടൊരു പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുന്നു, അതാണ് കഥ. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു കഥയാണ്, അങ്ങനൊരു കഥയായിരിക്കും ഇത്. പക്ഷേ എന്താ പറയുക, മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന റൈറ്റർ, അദ്ദേഹം പല സമയത്തും ഇങ്ങനത്തെ കുഞ്ഞു ഇപ്പോൾ ആടിൻ്റെയൊക്കെ ത്രെഡ് എടുക്കുകയാണെങ്കിൽ വളരെ കുഞ്ഞൊരു സാധനമാണ്, ബട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് അത് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ മോം ശാന്തി വശാനയൊക്കെ അതൊക്കെ ആണെങ്കിലും ത്രെഡ് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തിലാണ് ആ പടം ഭയങ്കരമായി വലുതാകുന്നത്. വില്ലൻ രാജ്ബി ഷെട്ടി. ഒരു പടത്തിൽ നായകൻ എത്രത്തോളം വലുതാണെന്ന് കാണിക്കാൻ അതിൻ്റെ വില്ലനെ മാക്സിമം സ്ട്രോങ് ആയി കാണിച്ചാൽ മതി. ഈ സിനിമയിലെ തീർച്ചയായിട്ടും സിനിമ കാണാത്തടത്തോളം എനിക്ക് ആ വില്ലൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് അതിൽ അഭിനയിച്ചിരിക്കുന്ന രാജ്ബി ഷെട്ടി, അദ്ദേഹത്തിനെ നമുക്കറിയാം, അദ്ദേഹം ഒരു അസാധ്യ പെർഫോമറാണ്, അസാധ്യ സംവിധായകനാണ്, അസാധ്യ നടനാണ്, ഭയങ്കരമായ ഒരു പെർഫോമറാണ്. അപ്പോൾ അദ്ദേഹം മമ്മൂക്കയ്ക്ക് ഓപ്പോസിറ്റ് വരുമ്പോൾ ഇവരെങ്ങനെയായിരിക്കും? ഒരു ഭയങ്കരമായ ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുണ്ട്, മമ്മൂക്കയ്ക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരു മാസ് എലിവേഷനിലാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫുൾ ലെങ്തിൽ ഒരു സിനിമയിൽ അദ്ദേഹത്തിനെയും മമ്മൂക്കയും കൂടെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും? അതൊരു ഭയങ്കരമായ എക്സൈറ്റ്മെൻറ്റാണ്. ആ ഒരു അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധനയാണ്, അദ്ദേഹത്തിൻ്റെ വർക്കുകളിലും അദ്ദേഹം നായകനായതും അദ്ദേഹം സംവിധാനം ചെയ്ത പടങ്ങളിൽ വലിയൊരു ആരാധനയാണ്. അപ്പോൾ അദ്ദേഹം മലയാളത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ടൈം വരികയാണ്. അത് മമ്മൂക്കയുടെ സിനിമ ആയതുകൊണ്ട് വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ സിനിമ കഥയിൽ അദ്ദേഹത്തിനൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും വന്നിരുന്നത്. അപ്പം അത് ഭയങ്കരമായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. അടുത്തതിൻ്റെ ടെക്നിക്കൽ ടീമുകളാണ് ലാസ്റ്റ് എന്ന് പറയാം. ടെക്നിക്കൽ ടീമുകൾ ഭയങ്കര ടെക്നിക്കലി ബ്രില്യൻ്റായ ഒരു പടമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാര്യം അതുപോലെ ടെക്നിക്കലി ബ്രില്യൻ്റായിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു പടത്തിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് DOP ആണ്, അത് വിഷ്ണു ശർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുള്ള അത് എസ്പെഷ്യലി നൈറ്റുള്ള ചേസിൻ്റെയൊക്കെ വിഷ്വൽസ് എന്ന് പറയുന്നത് എനിക്കത് തിയേറ്ററിൽ കണ്ടേ പറ്റൂ എന്നുള്ളൊരു രീതിയിൽ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ വിഷ്വലിന് എന്നെ ഭയങ്കരമായിട്ട് വാവ് എന്ന് പറയിപ്പിച്ച കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രെയിംസ്, അദ്ദേഹത്തിൻ്റെ ആംഗിളുകൾ അതൊക്കെ എങ്ങനെയായിരിക്കും സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മമ്മൂക്ക, രാജ്ബി ഷെട്ടി അവരുടെ ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതൊക്കെ കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നീട് ഇതിൻ്റെ മ്യൂസിക്കാണ്. ക്രിസ്റ്റോ സേവിയറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബ്രഹ്മയുഗത്തിൽ വളരെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള കാസ്റ്റിൽ ഭയങ്കര ലിമിറ്റഡ് ഒരു സ്ഥലത്ത് നടക്കുന്നതിനെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോയതിൽ ക്രിസ്റ്റോ സേവിയർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പക്ഷേ അതിനെ നമുക്കൊരു കുഞ്ഞൊരു പടമായിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു പടമായിട്ട് കാറ്റഗറി ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ മാസ് പടമാണ്. മമ്മൂക്ക അദ്ദേഹത്തിനെ വിശ്വസിച്ച് ബ്രഹ്മയുഗത്തിന് ടൈമിൽ തന്നെയാണ് ഇതിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിനെ വിശ്വസിച്ച് മമ്മൂക്ക ഒരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാതായിരിക്കത്തില്ല. പിന്നീട് വരുന്നത് ഷമീർ മുഹമ്മദ്, അദ്ദേഹമാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സിനിമ നല്ലതാകാനുള്ള ഏറ്റവും വലിയ ഘടകങ്ങളിലൊന്ന് ഒരു എഡിറ്ററാണ്. ഒരു നല്ല സിനിമയെ മോശമാക്കാം, മോശം സിനിമയെ നല്ലതുമാക്കാം. അങ്ങനെ ഒരു നല്ലതാക്കാൻ പറ്റിയ ഒരു ടെക്നീഷ്യനാണ് ഷമീർ മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ളൊരു സിനിമ കട്ടായിരിക്കും നമ്മൾ സിനിമയിൽ കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എന്നെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് എക്സൈറ്റ് ചെയ്യിച്ച ഘടകങ്ങൾ. നിങ്ങൾക്ക് ഇതുപോലുള്ള പല ഘടകങ്ങളും കാണും. മോസ്റ്റ്ലി 90% ആൾക്കാർക്ക് മമ്മൂക്ക വൈശാഖ് ചിത്രമായിരിക്കാം, അല്ലെങ്കിൽ രാജ്ബി ഷെട്ടി മമ്മൂക്ക കോമ്പിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മിഥുൻ മാനുവൽ തോമസിൻ്റെ റൈറ്റിംഗ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ പടത്തിൽ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? എന്താണ് നിങ്ങൾ ഈ പടം കാണാൻ ആഗ്രഹിക്കുന്നത്? അത് കമൻറ്റ് ചെയ്യുക. ഓൾറെഡി സിനിമ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഓൾറെഡി സിനിമ റിലീസായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.